ഇന്ന് കുറേ സ്റ്റുഡൻസും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കുന്നത് ഗുണമുണ്ടോ എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയും ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഇത്. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതിപ്പോൾ സ്റ്റുഡൻസ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ആരായാലും ശരി. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അവരിന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചിലവർ ചോദിച്ചായിരുന്നു ഇതേപോലെ, ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ, ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കുന്നതിന് ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ തമ്മിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്താണ് വ്യത്യാസം, അത് ഇവിടെയാണോ, എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പോഷർ കാര്യങ്ങൾ, ഇവിടുത്തെ എന്താണ് ഗുണം, ഇന്ത്യയിൽ എങ്ങനെയാണ് ഗുണം, അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലാണ് നിങ്ങളടുത്ത് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോ. അപ്പം നിങ്ങൾ മെയിനായിട്ട് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് തന്നെ നോക്കാം എല്ലാം. അതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ മെയിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. നഴ്സിങ്ങിനെ പറ്റിയായാലും കാര്യങ്ങളെ പറ്റിയായാലും നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ പല വീഡിയോകളും ഇതിനെ പറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വിശദീകരിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ കമൻറ്റിലൂടെ ഇട്ടാൽ മതി, ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അത് കണ്ടില്ലെങ്കിൽ ലേറ്റായാലും ഞാൻ അപ്പം തന്നെ, കുറച്ച് ലേറ്റായാലും ഞാൻ റിപ്ലൈ തരും. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഞാൻ ഒന്നാമത്തേതായിട്ട് പറയാൻ പോകുന്നത്, ജോർജിയയിലെ നഴ്സിംഗ് പഠിക്കാൻ ആളുകൾ പോകുന്നത് എന്തുകൊണ്ട്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാംസ് ഇവിടെ പ്രൊവൈഡഡ് ആണ് കൂടുതലും. ഇപ്പം അതും യൂറോപ്യൻ സ്റ്റൈലിൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. കാരണം ജോർജിയ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കൺട്രിയാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. യൂറോപ്യൻ രീതിയിൽ നഴ്സിംഗ് എങ്ങനെയാണ്, ആ എക്സ്പോഷർ നമുക്ക് കിട്ടും. യൂറോപ്യൻ പരമായിട്ടുള്ള എക്സ്പോഷർ കാര്യങ്ങൾ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഇവിടെ പഠിക്കാം. പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ, അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട്. യൂറോപ്യൻ രീതിയിലുള്ളത് കിട്ടും, വലിയ രാജ്യത്തുള്ളത്. പിന്നെ മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ്, ഇവിടെ വ്യത്യസ്തമായ പുതിയ തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ രീതിയിലായിരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത്. നഴ്സിംഗ് അങ്ങനത്തെ രീതിയിലായിരിക്കും. പിന്നെ മൾട്ടി കൾച്ചറൽ, നല്ല രീതിയിലുള്ള എൻവയോൺമെൻറ്റും എക്സ്പോഷറും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടാം. കാരണം ഇന്ത്യ പോലത്തെ ആ ഒരു എക്സ്പോഷർ ഇല്ലായിരിക്കും ഇവിടെ. എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ, രണ്ട് കൺട്രിയിൽ എടുക്കുമ്പോൾ അങ്ങനത്തെ എക്സ്പോഷർ കിട്ടും. ഇവയാണ് പല വിദ്യാർത്ഥികളെയും ഇവിടെ വരാൻ വേണ്ടി ആകർഷിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ പിള്ളേർക്ക് തോന്നും ഇവിടെ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ നഴ്സിങ്ങിൻ്റെ കാര്യം. പിന്നെ ഇന്ത്യ വിസസ് ജോർജിയ നഴ്സിംഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇന്ത്യയിൽ തന്നെ തുടങ്ങാം. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇന്ത്യയിലാണുള്ളത്. അങ്ങനെ നോക്കണമെങ്കിൽ അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാമെന്നുള്ള കാര്യം. അവിടെ ആയിരിക്കും കൂടുതൽ, ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതലായേക്കാം, ബിക്കോസ് അവിടെ കൂടുതൽ പേഷ്യൻസ് ഉണ്ട്. ഇവിടെ പേഷ്യൻസ് ഒരല്പം കുറവാണ്. ഇതാണ് ഇവിടത്തേക്ക് ഒരു കുറവെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ത്യയിൽ നേരിട്ട് ജോലി അവസരങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം. നമ്മളൊരു ഇന്ത്യനാണ്, അപ്പോൾ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം. പിന്നെ കുറഞ്ഞ ലിവിങ് എക്സ്പെൻസുകളുള്ള സ്ഥലങ്ങൾ ലഭിക്കും. താമസിക്കാനാണെങ്കിൽ നമുക്ക് നമ്മളെ സൗകര്യത്തിനും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് സ്ഥലം കിട്ടും. ബിക്കോസ് അവിടെ അത്രയും നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്നത് വില, ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ജീവിച്ച് സുഖമായിട്ട് പോവാം. വേറെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. അതാണ്. പിന്നെ ജോർജിയയിലെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് കിട്ടും. പിന്നെ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ആയിരിക്കും. ഫോറിൻ സ്റ്റുഡൻറ്റ്, വേറെ രാജ്യത്തു നിന്ന് വരുന്ന സ്റ്റുഡൻറ്റുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടുള്ള എക്സ്പോഷർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം. അതിനൊക്കെ ഉള്ള ഇത് നമുക്ക് കിട്ടും. പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ അക്കാഡമിക് എക്സ്പോഷർ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് അല്പം ഒരു പേഷ്യൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇതാണ് അതിൽ രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസുകൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ. പിന്നത്തെ പോയിന്റ് എന്ന് പറയണത്,
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർ ആദ്യം പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ്, അത് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ മെയിനായിട്ട് നോക്കേണ്ടത് ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എവിടെയാണ്. യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസ് MCA കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതുണ്ടോ, പിന്നെ അക്രഡിറ്റേഷൻ, ക്ലിനിക്കൽ ട്രെയിനിങ്ങും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡഡ് ആണോ ആ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും, പിന്നെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ, ലാസ്റ്റ് അങ്ങനെ ഉണ്ടോ, കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ വന്നാൽ ഗുണമുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ. ഗ്രാജുവേഷൻ ശേഷം ലൈസൻസിങ് റിക്വയർ തരുന്നുണ്ടോ, ഗ്രാജുവേഷന് ശേഷം അവിടെ വെളിയിൽ പഠിക്കണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ റിക്വയർമെൻറ്റ് തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ട് ഇത് ട്രാൻസ്ഫർ ആക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെളിയിലൊക്കെ പഠിച്ച്. അതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ജോർജിയയിൽ നഴ്സിംഗ് കഴിഞ്ഞാൽ നേരിട്ട് യൂറോപ്പിൽ ജോലി കിട്ടുമോ, ഇതെല്ലാവർക്കും ഒരു ഇതാണ്. നേരിട്ട് യൂറോപ്പിൽ ജോലി, ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും യൂറോപ്യൻ വേറെ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുമോ ജോലി, ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതിലെനിക്ക് ഉത്തരം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നഴ്സിംഗ് ഡിഗ്രി മാത്രം ഉണ്ടെന്ന് കാരണം കൊണ്ട് നേരിട്ട് എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യാൻ പറ്റില്ല. ആ ഡിഗ്രി കൊണ്ട് മാത്രം എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള എക്സാമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് നടക്കൂ. ലൈസൻസിങ് എക്സാം ഉണ്ട്. ജർമ്മനി പോയാൽ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം, അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് കയറാം. പിന്നെ അല്ലാതെ വേറെ കൺട്രിയിലൊക്കെ പോയാൽ UK ML പോയാൽ അതൊക്കെ അങ്ങനെയൊക്കെ എഴുതി നഴ്സിംഗിന് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ചില കൺട്രികളിലുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ഓരോ കൺട്രിയിൽ പോയാലും ജോലി കിട്ടുള്ളൂ. ഇതെല്ലാം ആവശ്യമായിരിക്കാം. ഇതൊക്കെ രാജ്യത്തിനനുസരിച്ച് നിയമങ്ങൾ അപ്പം തന്നെ മാറും. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് കരിയർ ഓപ്പർച്യൂണിറ്റി, 5ാമത്തെ പോയിന്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നഴ്സിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്സ്, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, പിന്നെ എൽഡർ കെയർ ഫെസിലിറ്റീസ്, റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ സപ്പോർട്ട് റോൾ എന്നിങ്ങനെ പല മേഖലകളും അവസരങ്ങളും നല്ല രീതിയിൽ ഉണ്ടാകാം. ഹോസ്പിറ്റൽസിൽ കയറാം, പിന്നെ ക്ലിനിക്കിൽ കയറാം നഴ്സിംഗ് ആയിട്ട്, പിന്നെ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിൽ കയറാം, പിന്നെ അങ്ങനത്തെ കുറേ സപ്പോർട്ടിങ് റോൾസിലൊക്കെ പോയി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നഴ്സിംഗ് ചെയ്താൽ ഗുണങ്ങളുണ്ടാവും. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് 6ാമത്തെ പോയിന്റിൻ്റെ എന്ന് പറഞ്ഞത് ജോർജിയ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ചില കാര്യങ്ങൾ നോക്കണം. അതാണ്, ഫീസ് മാത്രം നോക്കരുത്. പിന്നെ പല ഏജൻറ്റുകളും നിങ്ങളുടെ അടുത്ത് പറയുന്ന വിശ്വസിക്കരുത്. അതൊന്നും ഏജൻറ്റുകൾ മീൻസ് പൈസകൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാ ഏജൻറ്റും അങ്ങനെ അല്ല, അത് നിങ്ങൾ കണക്കാക്കിയിരിക്കണം. ചില ഏജൻറ്റുകൾ നമ്മളെ നിന്ന് പൈസ എടുക്കും. എല്ലാവരും ഇവിടെ എന്തിനാണ് ഇതാവുന്നത്? പൈസ ഇതാക്കാനല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാ റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രം ഒരു കാര്യത്തിലോ ഒരു തീരുമാനത്തിലോ എത്തുക. പിന്നെ യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസേഷൻ പരിശോധിക്കാതെ അഡ്മിഷൻ എടുക്കരുത് ഒരു കാരണവശാലും. യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസേഷൻ മീൻസ് MCA ഉണ്ടോ, WHO അംഗീകാരം ഉണ്ടോ, നല്ല യൂണിവേഴ്സിറ്റി ആണോ, കാര്യങ്ങളാണോ, എല്ലാം ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ഫുൾ അന്വേഷിക്കണം. നെറ്റിലാണെങ്കിലും ഇപ്പോൾ എല്ലാത്തിലും ആക്സസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ അന്വേഷിച്ച് മാത്രമേ എടുക്കാവൂ. പിന്നെ കറണ്ട് സ്റ്റുഡൻസിനോട് ഇതൊക്കെയാണ് പോസിറ്റീവ് കാര്യം. നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും ഇതാണെങ്കിൽ അവിടെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കുക. ആ സ്റ്റുഡൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. ഇത് കൊള്ളാവോ ഇല്ലയോ എന്നെല്ലാം പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞത് ഒഫീഷ്യൽ വെബ്സൈറ്റ്, നല്ല വെബ്സൈറ്റൊക്കെ കാണും. അതിലൂടെ എല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കുക. എങ്ങനെയുണ്ട് ഈ കാര്യങ്ങൾ, നല്ലതാണോ അല്ലയോ എന്നെല്ലാം നോക്കിയിട്ട് വേണ്ടി മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് പിന്നെ നാട്ടിലോട്ട് വല്ലതും ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പാടായിരിക്കും. വേറെ രാജ്യങ്ങളിലൊക്കെ മിക്കതും പറ്റും. പക്ഷെ എല്ലാത്തിലും അതിൻ്റേതായ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു വാലിഡിറ്റി കാണൂല, നിങ്ങളത് പഠിച്ചത് വെറുതെ ആയി പോകും. അതാണ് അത് നോക്കാൻ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് കരിയർ പാത്വേ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തത് എന്താണ് ലക്ഷ്യം നിങ്ങളത് നോക്കുക. അതിനുശേഷം ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങൾ, അടുത്ത മുന്നോട്ട് അവിടെ പഠിക്കാവോ ഇവിടെ പഠിക്കാവോ എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക. അപ്പം മെയിനായിട്ട് ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ യൂറോപ്യൻ കാര്യങ്ങൾ ഇതെല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ പേഷ്യൻസ് ഒരു അല്പം കുറവാണെന്നുള്ള മാത്രമേ ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ. ബിക്കോസ് ഇവിടെ അതിപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ പേഷ്യൻറ്റും അങ്ങനെയൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. ഇവിടെയാണെങ്കിലും അതുണ്ട്. എല്ലാവരും സമ്മതിക്കണമെന്നൊന്നുമില്ല. ബിക്കോസ് അവർക്ക് അവരുടേതായ ഇതുണ്ട്. പെർമിഷൻ എടുത്തിട്ടായിരിക്കും നമ്മളെ കാണിക്കുന്നത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡ്രോബാക്സ് ഒക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ബാക്കിയെല്ലാം അടിപൊളിയാണ്.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ വരാം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ ക്ലിനിക്കൽ എക്സ്പോസർ നമ്മുടെ നാടാണ്, അതിൻ്റേതൊക്കെ ഇതൊക്കെ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും ഇവിടെയും പഠിക്കാൻ വരാം. നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് എല്ലാം ചെയ്യാം. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, ഒരു മടിയും നിങ്ങൾക്ക് തോന്നണ്ട. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി വേറെ വല്ല വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അത് ചോദിക്കുക, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.